വയനാട് മേപ്പാടിയിൽ 8 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് സംശയം. ഇന്ന് രാവിലെ മിഠായി കഴിച്ച കുട്ടികൾക്കാണ് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. കുട്ടികളെ മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എത്ര കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്? എന്താണ് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? അവർക്ക് സുഖം പ്രാപിച്ചു വരികയാണോ? SKN മൊത്തം 10 കുട്ടികളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ ഒരു കുട്ടിയുടെ പിറന്നാളാഘോഷം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മിഠായി എത്തിച്ചിരുന്നു. ആ മിഠായി കഴിച്ച കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. മിഠായി ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. അത് പ്രൈമി എന്ന് പറയുന്ന ഒരു എക്ലെയർ ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് മിഠായിയാണിത്. പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ല. ഈ മിഠായിയാണ് മേടിച്ചത്. ഇത് കഴിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ 10 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അങ്ങനെ തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് തന്നെയാണ് ഇത് മേടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടികൾ ഇപ്പോൾ അവരുടെ നില അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഡോക്ടർ പരിശോധിച്ചു, ഇഞ്ചക്ഷൻ ചെയ്തു. വയറുവേദനയാണ് അനുഭവപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. ഈ പരിസരത്തുള്ള സ്കൂളുകളിലെ കുട്ടികളാണ്, മദ്രസ വിദ്യാർത്ഥികളാണ്. അവിടേക്ക് എത്തിയപ്പോഴാണ് ഈ പിറന്നാളിന്റെ ഭാഗമായി മിഠായി മേടിച്ചത്. വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ മഹലിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ സംഭവിച്ചത്? അതിന് ഒരു കുട്ടിയുടെ പിറന്നാളാണ്. മേപ്പാടി മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ കുട്ടികളുടെ ഭാഗമായിട്ട് കടയിൽ നിന്ന് വാങ്ങിയ ഇത് കൊടുത്തതാണ്. കഴിഞ്ഞ കുട്ടികൾക്ക് വയറുവേദനയും അസ്വസ്ഥത വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. ആ മിഠായി പാക്കറ്റ് നോക്കുമ്പോൾ പാക്കറ്റിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. വരുന്ന 9ാം മാസം വരെ ഡേറ്റ് ഉണ്ട്. പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല, മിഠായി പൊളിച്ചു നോക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർമാർ പരിശോധിച്ച് ട്രിപ്പ് കൊടുത്തപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ല. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടികൾ പറഞ്ഞത് ഇത് സ്റ്റീലിന്റെ മിഠായിക്ക് ഇവരുടെ കയ്യിലുണ്ട്. ഈ മിഠായിയാണ്. ഈ സ്റ്റീലിന്റെ ഒരു ചുവ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഒരു ചവർപ്പ് പോലെ സ്റ്റീലിന്റെ ഒരു ചുവ ഉണ്ടായിരുന്നു. കുട്ടികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് അക്കാര്യമാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലില്ല. കാരണം ഡോക്ടർ പരിശോധിച്ചു, ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൻ്റെതാണ് അവർക്ക് ഒരു ഇത് വന്നത്, എന്താ പറയുക, ഛർദ്ദിക്കാൻ വരുന്നത്, വമിറ്റിങ്ങിൻ്റെ സാധനം. വമിറ്റിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വയറുവേദന. അവരെല്ലാം 2 പേരിലൊക്കെ പിന്നെ കടന്നുപോയി. തള്ളമുട്ട് കഴിച്ചാണ്. അതായത് 10 മിനിറ്റ് സമയം. അവർ 7:50 അത് കൊടുത്തത്. അങ്ങനെയാണ് SKN പറയുന്നത്. കഴിച്ച ഉടൻ തന്നെ ഇതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. കുട്ടികളുടെ നിലയിൽ ഒരു പ്രശ്നവുമില്ല. കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ അവർ വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ആദ്യം അനുഭവപ്പെട്ട വയറുവേദന, പിന്നീട് ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തു. ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ. വേറെ മറ്റ് പ്രശ്നങ്ങളില്ല. ആരോഗ്യ വിഭാഗം ഈ ബേക്കറിയിൽ ഈ മിഠായിയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നുണ്ട്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളെല്ലാം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.